ട്രാഫിക് ആയതുകൊണ്ടാ ലേറ്റ്. അല്ലെങ്കിൽ എപ്പോഴും എത്തിയെന്നറിയോ? ദേ പെണ്ണെ, 1 മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോഴും നീ ഇത് തന്നെയല്ലേടി പറഞ്ഞത്? നീ ഇവിടെ ചടങ്ങ് തുടങ്ങി, ഒന്ന് പെട്ടെന്ന് വാ. ദേ, നീ ആ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇവിടെ വന്നിട്ട് അത് മറന്നുപോയെന്ന് നീ പറഞ്ഞേക്കരുത്. എങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. ഫോട്ടോയൊക്കെ എന്റെ കയ്യിലുണ്ട്, മാഡം വിഷമിക്കണ്ട. ഒരു 10 മിനിറ്റ് അതിനകം ഞാൻ അവിടെ എത്തും. ചേട്ടാ പെട്ടെന്ന് വിട് ചേട്ടാ. ശരി മാഡം ഇപ്പൊ എത്തും, കൂടിയാൽ ഒരു 5 മിനിറ്റ്. ശരി ശരി. പിന്നെ ഒരു പ്രധാന കാര്യം, നീ ഇവിടെ വരുമ്പോ ഞാനും നീയും തമ്മിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ വേണം പെരുമാറാനുള്ളത്. അല്ലാതെ ആരെങ്കിലും ചോദിച്ചാലേ ഞഞ്ഞാ മിഞ്ഞ വർത്താനം പറയരുത്. പറയേണ്ടത് നമ്മൾ മാറി നിന്ന് പറയും. പറഞ്ഞ കേട്ടല്ലോ? ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് വരാൻ നോക്ക്. ശരി. എന്റെ ദൈവമേ, ഇനി അവള് വന്ന് കൊളവാക്കോ എന്തോ. എന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. അതെ, ഈ ഡ്രിങ്ക്സ് എടുത്ത് നീ അവിടെ ഇരിക്കുന്നവർക്ക് കൊടുക്കും. പെട്ടെന്നാവട്ടെ. ശരി മാഡം. കല്യാണി, നീ ബാക്കി ഗ്ലാസ് ഒക്കെ നിറയ്ക്ക്. കമ്പനിന്ന് കുറച്ചു പേരൊക്കെ വരും, അവർക്ക് കൊടുക്കാന്. മധുരം കറക്റ്റ് ആയിട്ട് നോക്കണം. എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി മാഡം. ഹലോ, താങ്ക്സ്. പക്ഷെ നിന്നെ ഇവിടുന്ന് കണ്ടില്ലല്ലോ. ഓ ഐ സി. നമ്മുടെ ബാച്ച് മുഴുവൻ വരുന്നുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. സന്തോഷായി. എല്ലാരോടും പെട്ടെന്ന് തന്നെ വരാൻ പറയണം, ചടങ്ങ് തുടങ്ങാറായി. ശരി. നമ്മളെ ക്ഷണിച്ചവരൊക്കെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടല്ലേ? ഇനി നമ്മുടെ ഫ്രണ്ട്സും കൂടി ബാക്കിയുള്ളൂ. സന്തോഷിക്കടി നീ, സന്തോഷിക്കേ. കുറച്ച് കഴിയുമ്പോഴും ഈ സന്തോഷം മുഖത്ത് കണ്ടാ മതി. ഇന്ന് നിന്റെ ഫ്രണ്ട്സ് വരുന്നതേ ചിരിച്ചോണ്ടുള്ള സെൽഫി എടുക്കാനല്ല, കരഞ്ഞ് നിന്റെ ഇവിടെ നിന്നുള്ള ഓട്ടം കാണാനാ. ഇപ്പൊ നീ സന്തോഷിക്കടി. നിങ്ങൾ അരവിന്ദ് വാ, മോളും വാ. ദേ, ഇനി രണ്ടാളും പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു വാ.
ഈ ചടങ്ങിന് നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടാൻ ഏട്ടത്തി പ്രത്യേകം റെഡിയാക്കി വെച്ച ഡ്രസ്സുകളായത്. ഇതിട്ട് വേണം രണ്ടാളും മോതിരം കൈമാറാൻ. ഇതാ മോൾക്ക്, ഇത് നിനക്ക്. പെട്ടെന്ന് വരണം. ശരി അച്ഛാ. ശരി. നീയും വാ. ചേച്ചി കരയണ്ട, സ്വയം കളഞ്ഞതല്ലോ. ഇതിപ്പോ ആരോ മനഃപൂർവ്വം ചെയ്തതല്ലേ. കഷ്ടം, നിനക്ക് എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. നീ എന്തിനാ സ്ത്രീയുടെ അത് വാങ്ങിക്കാൻ പോയത്? നിശ്ചയമോതിരം നീ കൊണ്ട് കളഞ്ഞു എന്നെങ്ങാനും മാഡം അറിഞ്ഞ നിനക്കറിയാലോ, അതോടെ തീർന്നുവല്ല. എന്റെ ദൈവമേ, ആലോചിക്കാൻ കൂടി വയ്യ. കളയാണ്ടിരിക്കാൻ വേണ്ടി ഞാനിതിൽ കെട്ടിവെച്ചിരുന്നതാ ചേച്ചി. അത് ആരോ മുറിച്ചോണ്ട് പോയതാ. വിഷമിക്കേണ്ട കല്യാണി, മോതിരം എവിടെവിടെയും കാണും, നമുക്ക് നോക്കിയെടുക്കാന്നേ. എന്നാലും ഹാഫ് സാരിയോട് കൂടി ആരോ മുറിച്ചോണ്ട് പോയി എന്നൊക്കെ പറഞ്ഞാ ഇത് കുറച്ച് കടുത്ത കൈയായി പോയി. പഠിച്ച കള്ളന്മാരായിരിക്കും. കള്ളനല്ലെങ്കിൽ കള്ളി. ആളിവിടെ തന്നെ കാണും. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വിഐപികളല്ലേ, അവരെ സംശയിക്കാൻ പറ്റുമോ? സംശയം ഉണ്ടെങ്കിൽ തന്നെ ഇനി പരിശോധിക്കാൻ പറ്റുമോ? ഇത് കേസ് കയ്യിൽ നിന്ന് പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താ ഒരു മീറ്റിംഗ്? വല്ല യൂണിയനും ഉണ്ടാക്കാനുള്ള പ്ലാൻ വല്ലതും ആണോ? ചെല്ല് അവരവരുടെ ജോലി ചെയ്യാൻ നോക്ക്. പോയെല്ലാരും. കല്യാണി അവിടെ നിക്ക്. ചടങ്ങിന് സമയമാകാറായി. നീ ആ മോതിരം ഇങ്ങെടുക്ക്, പെട്ടെന്നാവട്ടെ. ചോദിച്ചത് കേട്ടില്ലേ? ആ നിശ്ചയ മോതിരം ഇങ്ങെടുക്കാൻ. പെണ്ണും ചെക്കനും ഡ്രസ്സ് മാറാൻ പോയിരിക്ക. ഇപ്പൊ വരും. നീ ആ മോതിരം ഇങ്ങ് തന്നിട്ട് പൊയ്ക്കോ. അത് മാഡം. എന്താ ഒരു മാഡം? ആ മോതിരം കാണുന്നില്ല. മോതിരം കാണുന്നില്ലെന്നോ? നീ എന്താ കളിക്കാ? ദേ, ഇപ്പൊ പെണ്ണിന് വിരലിൽ ഇട്ടു കൊടുക്കാനുള്ള മോതിര, അത് കാണുന്നില്ലെന്ന് പറഞ്ഞ? ദേ, കളിക്കാതെ മര്യാദക്ക് മോതിരം എടുക്കടി. മാഡം, ഞാൻ ഈ ഹാഫ് സാരിയുടെ തുമ്പിൽ കെട്ടിവെച്ചിരുന്നതാ. ആരോ അത് മുറിച്ചെടുത്തോണ്ട് പോയി. ഇപ്പൊ കാണുന്നില്ല. ഡീ, നിന്റെ കള്ളക്കഥയൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാ മതി. അതെ, ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നിന്നെ പോലെ ആപ്പ ഊപ്പകളൊന്നും അല്ല. വിഐപികളാ, വിവിഐപികള്. അവര് നിന്റെ ഹാഫ് സാരി തുമ്പിലെ മോതിരം ഒന്നും മുറിച്ചെടുക്കാൻ വരില്ല. ഓ, കള്ളം പറയുമ്പോഴും വേണ്ടടി ഒരു ലോജിക്കൊക്കെ. സത്യം ഞാൻ പറയണേ, മാഡം ഒന്ന് വിശ്വസിക്കണം. വിശ്വസിക്കാടി, വിശ്വസിക്കാം. ഈ തവണ നിന്നെ ഞാൻ കുടുക്കിയിരിക്കും മോളെ. ചേച്ചി സത്യം പറയണേ, മോതിരം ആരോ കീറിയെടുത്ത്. വായെടുക്കടാ ചെക്ക. അവന്റെ ഒരു ഹരിചന്ദ്രൻ പറച്ചില്. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനകം എനിക്ക് മോതിരം കിട്ടിയില്ലെങ്കിൽ ഈ വിലാസിനി ആരാന്ന് നീ അറിയും. നീ നോക്കിക്കോ, ഇന്നീ ചടങ്ങ് അലങ്കോലായ അതിന് കാരണക്കാരി നീയായിരിക്കും. ചേച്ചിയുടെ മുന്നിൽ നിർത്തി പൊരിക്കും നിന്നെ ഞാൻ. ഇന്ന് തീരും നിന്റെ അഹങ്കാരമല്ല, തീർക്കും ഞാൻ. നോക്കിക്കോ.
പോയല്ല. ചേച്ചി എവിടെ ഇരിക്കേ, ഞാനൊന്ന് പോയി എല്ലായിടും നോക്കിച്ചു വരാം. എന്തുപറ്റി? എന്തിനാ കരയുന്നത്? അത് കല്യാണത്തിനിടാനുള്ള നിശ്ചയമോതിരം വിലാസിനിമയുടെ എന്റെ കയ്യിലാ തന്നത്. കളയാണ്ടിരിക്കാൻ ഞാൻ ഈ ഹാഫ് സാരത്തുമ്പിൽ കെട്ടിയിട്ടിരുന്നതാ. ഇപ്പൊ നോക്കിയപ്പോ സാരത്തുമ്പ മുറിച്ച് അതാരോ മോഷ്ടിച്ചോണ്ട് പോയിരിക്കുന്നു. ഞാൻ കാരണം ഈ നിശ്ചയം മുടങ്ങുന്ന മാഡം ഇപ്പൊ പറയുന്നേ. സാരിത്തുമ്പ മുറിച്ചോണ്ട് പോവാനോ? അതാരാ ഇപ്പൊ? ഹലോ, ആ എത്തിയോ? ഞാൻ എന്താ വരുന്നു. കല്യാണി, നിന്നെ നന്ദന മേഡം വിളിക്കുന്നു, വേഗം ചെല്ലാൻ പറഞ്ഞു. മാഡം, ആ കല്യാണി, നിന്നെ അന്വേഷിക്കുമായിരുന്നു. നീ മെഹന്തി ഇട്ട് തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരേ ചിരിയായിരുന്നു. എന്ത് പറ്റി കല്യാണിക്ക്? നിന്റെ മുഖത്തെന്തോ ഒരു വിഷമം പോലെ. ഇവൾ അരവിന്ദനെ കെട്ടുന്നത് നിനക്കിഷ്ടമല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അനിയൻ കുഞ്ഞിന് ഏറ്റവും യോജിക്കുന്ന ജോഡി നന്ദന മേഡം തന്നെയാ. അത് പറച്ചില്ല. പക്ഷെ മുഖത്ത് അങ്ങനെയല്ലല്ലോ കാണുന്നത്. ആകെ കാർമേഘം മൂടിക്കെട്ടിയ പോലെ. മനസ്സിലുള്ളത് മുഖത്ത് തെളിയുന്നാണ് പ്രമാണം. എന്താ കല്യാണി, മനസ്സിൽ എന്തെങ്കിലും വേദന ഉണ്ടോ നിനക്ക്? ഉണ്ടെങ്കിൽ പറയണം. എനിക്കറിയാം, കല്യാണിക്ക് നിശ്ചയം നടക്കുന്നത് അത്ര ഇഷ്ടമല്ല അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. കല്യാണിയുടെ ഒരുപാട് പ്രാർത്ഥനയുണ്ട് ഈ നിശ്ചയത്തിന്. മാഡത്തിന് അത് അറിയാത്തോണ്ടാ. ശരി ശരി, ആയിക്കോട്ടെ. നീ എന്റെ ഈ ചെരുപ്പൊന്ന് നേരെ ഇട്ട് തരണം. അതങ്ങോട്ട് കേറുന്നില്ല. അപ്പൊ അമ്മയാ പറഞ്ഞത്, കാലില് മൈലാഞ്ചി ഇടുന്നവർക്ക് കാലിലെ ചെരുപ്പും നന്നായിട്ട് ഇടാൻ അറിയായിരിക്കും. ദാ ചെരുപ്പ്. ഇതിന് തന്നെയാടി നിന്നെ ഞാൻ വിളിച്ചത്. ഇന്നു മുതൽ
നിന്റെ സ്ഥാനം എന്റെ കാൽച്ചുവട്ടില. നിശ്ചയം ഒന്ന് കഴിഞ്ഞോട്ടടി. ഈ കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കും നിന്നെ ഞാൻ. ഈ നന്ദനയോടാ നിന്റെ കളി. കഷ്ടം. നിനക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരും. അതിനകം എനിക്ക് മോതിരം കിട്ടിയില്ലെങ്കിൽ ഈ വിലാസിനെ ആരാന്ന് നീ അറിയും. നീ നോക്കിക്കോ, ഇന്ന് ഈ ചടങ്ങ് അലങ്കോലായ അതിന് കാരണക്കാരി നീ ഒരാളാ. ചേച്ചിയുടെ മുന്നിൽ നിർത്തി പൊരിക്കും നിന്നെ ഞാൻ. ഇന്ന് തീരും നിന്റെ അഹങ്കാരമല്ല, തീർക്കും ഞാൻ. നോക്കിക്കോ. ആ നാടക നടി രജനി വന്ന് ഈ നിശ്ചയം മുടക്കിയില്ലെങ്കിൽ നീ തീർന്നു അരവിന്ദ. കട്ടപ്പോക. ജീവിതം ഒന്നേ ഉള്ളൂ. പറയുന്നവർക്ക് പലതും പറയാം. അനുഭവിക്കാനുള്ളതെല്ലാം ഒറ്റയ്ക്കല്ലേ. ജീവപര്യന്തം ശിക്ഷ കിട്ടിയാലും 12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഇത് നടന്ന പിന്നെ ഒരു മടങ്ങിവരവില്ല. അവളുടെ കൂടെ നരകിച്ച് ജീവിക്കേണ്ടി വരും. ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്. അടുത്തു. ഇനി എന്തൊരു വഴി? ഇനിയൊരു വഴിയേ ഉള്ളൂ. അവസാനത്തെ ഒരേ ഒരു വഴി. ഈ നിശ്ചയം കഴിഞ്ഞിട്ട് എന്റെ നിലവിളിയല്ല ആരും കേൾക്കാൻ പോകുന്നത്. എന്നെ ഓർത്തുള്ള നിങ്ങളുടെ നിലവിളിയാണ്. അപ്പോഴെങ്കിലും എല്ലാവർക്കും ഒരു കുറ്റബോധം തോന്നും. ഈ അരവിന്ദിന് വേണ്ടി ഒരു തുള്ളി കണ്ണുനീര് വീഴും. അതിനുവേണ്ടി ഇതേ വഴിയുള്ളൂ. നിശ്ചയം നടന്നാൽ അരവിന്ദ് ഇത് ചെയ്തിരിക്കും. സോറി അച്ഛ, സോറി ബ്രോ. ഞാൻ നിങ്ങളെയൊക്കെ വിട്ടു പോവും. പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, വേറെ നിവൃത്തിയില്ലാച്ചിട്ട്. നിങ്ങളുടെ ഒപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഈ അരവിന്ദിന്. എന്നാലും ഞാൻ പോവും. അരവിന്ദിന് 22 വയസ്സ് വരെ ആയുസുള്ളൂ. അത് മതി എനിക്ക്. ഗുഡ്. അരവിന്ദ്, ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക്സ് ബ്രോ. ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണമെന്നല്ലേ. ഹാപ്പി മൊമെന്റ്സ് ആർ ഹിയർ. താങ്ക്സ് ബ്രോ. ബ്രോ ബ്രോ ഏയ് ബ്രോ 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 അതൊന്നുമില്ല. ഇതെന്താടാ? അത് തലവേദനയുടെ ഗുളിക. തലവേദനയുടെ ഗുളിക? അല്ല, ഛർദിയുടെ. ആഹാരം കഴിച്ചിട്ട് ചിലപ്പോൾ ഛർദിച്ചാലോ എന്ന് കരുതിട്ടാ. നിനക്ക് വൊമിറ്റിംഗ് വന്നാ എന്നെ അറിയിച്ചാ മതി.
ഞാൻ ഗുളിക തരാം. ഗെറ്റ് റെഡി, മുഹൂർത്തമായി.